ഹായ് മക്കളെ, അനുമോദ് സാറാണ്. അപ്പോൾ നമ്മൾ SCERT ഇറക്കിയ ആദ്യത്തെ സെറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ സെറ്റിലേക്ക് പോകുന്നു. ഓക്കെ, രണ്ടാമത്തെ സെറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ആ 500 രൂപയുടെ നമ്മുടെ RMS ബാച്ച് അതിലേക്ക് എത്രയും പെട്ടെന്ന് മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമുകൾ അടുക്കുകയാണ്. അപ്പോൾ അടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ MS സൊല്യൂഷൻ്റെ RMS ബാച്ചിലേക്ക് ഇതാ ഇത്രയും നല്ലൊരു ഓഫർ ഉണ്ട്. അപ്പോൾ ആ ഓഫറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ L1 L2 L3 ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്, MRQs കിട്ടുന്നുണ്ട്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ സെറ്റിൻ്റെ അകത്തുള്ള സെക്ഷൻ എയുടെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ 8th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 25 ആൻഡ് 12th ടേം ഈസ് 30. വാട്ട് ഈസ് ദ 16th ടേം ഓഫ് ദി സീക്വൻസ്? ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 25ഉം 12ാം പദം 30ഉമാണ്. ഈ ശ്രേണിയിലെ 16ാം പദം എത്രയാണ്? ഓക്കെ, അപ്പോൾ 8നോട് 4 കൂട്ടിയതാണ് 12. അപ്പോൾ 8 + 4 12, 12 + 4 ആണ് 16. അപ്പോൾ 25 30 ആവുന്നു, 5 കൂടുന്നു. അപ്പോൾ 30 എന്താവും? 35 ആവും. സോ ദ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 35 ആണ്. ആൻസർ എന്താണ്? 35 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് കിട്ടും. 35 കേട്ടോ. ആൻസർ എന്താണ്? 35 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: ഒരു കുട്ടിക്ക് 10 വിഷയങ്ങളിലായി ലഭിച്ച മാർക്കുകൾ ചൂടെ കൊടുത്തു. 10 ആണുള്ളത്. ഓക്കെ, മാർക്കുകളുടെ മധ്യമാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ മീഡിയൻ മാർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ചെറുതെന്ന് വലുതിലേക്ക് എഴുതുക. ചെറുത് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ വരുന്നത് ഏതാ? 45 ആണ്. 45, 46, 48, 51, 56, 58, പിന്നെ 3, 3, 6, 58, പിന്നെ വരുന്നത് 64, 72, 76, 80, 3, 3, 6, 4, 10 വന്നാൽ നടുക്കത്തെ നോക്കുക, അഞ്ചാമത്തെ നോക്കുക 86, തൊട്ടടുത്തെടുക്കുക 58, അത് രണ്ടും കൂടി കൂട്ടുക, പകുതിയാക്കുക. 56 + 58/2. സോ ആൻസർ വരിക 57. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 57 എന്ന് പറയുന്ന ഓപ്ഷനായിട്ട് വരും. 57. ഓക്കെ, എ ക്വസ്റ്റ്യൻ ആൻസർ 57 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ കീന് 35ഉം 57 ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കടാ. x² - 6x + 8 is equal to x - a into x - b. Then what is a plus b? എയും ബിയും എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ 8 കിട്ടണമെങ്കിൽ 6ഉം കിട്ടണം. 6ഉം 8ഉം കിട്ടണമെങ്കിൽ 4ഉം 2ഉം ആയിരിക്കും. 4ഉം 2ഉം കൂട്ടിയാൽ എത്ര കിട്ടടാ? 4ഉം 2ഉം കൂട്ടിയാൽ 6 കിട്ടും. സോ ആൻസർ എന്താണ്? 6 ആണ് ആൻസർ. അപ്പോൾ x - 2 into x - 4 എന്നാണ് വരിക. അപ്പോൾ 2 + 4 that is equal to 6. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 6 ആണ്. പിന്നെ 4 circles are shown below with a chord and a tangent at its end. In which picture is y equal to half x വരുന്ന ചിത്രം ഏതാണെന്ന് നോക്ക്. ചുവടെ 4 വൃത്തങ്ങളും ഓരോന്നിലും ഒരു ഞാണിൻ്റെ അറ്റങ്ങളിലൂടെയുള്ള തൊടുവായി വരച്ചിരിക്കുന്നു. എക്സ് വൈ എന്നീ കോണുകൾ y = half x വരുന്നത് എവിടെയാണ്? y = half x എവിടെയാണ് വരുന്നത്? നോക്കി നോക്ക്. എക്സ് ഇവിടെ വരുന്നുണ്ട്, y ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നോക്ക്. ഒന്നാമത്തെ ചിത്രത്തിൻ്റെ അകത്ത് x is equal to എക്സിൻ്റെ പകുതിയാണ് y എന്ന് പറയുന്ന സാധനം. ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ. ഈ ചിത്രത്തിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇത് x ആണ്, ഇത് x/2 ആണ്. ഇത് തന്നെയല്ലേ ഇവിടെ വരിക. അപ്പോൾ എ ആണ് ആൻസർ കേട്ടോ. ഫസ്റ്റ് ആൻസർ എ ആണ് വരിക. ഇനി അടുത്ത്: വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വേർ ലൈൻസ് x is equal to 3 and y = 4 intersect? What are the coordinates of the point where the lines x is equal to 3? ഇങ്ങനെയാണ് വരിക. അപ്പോൾ x is equal to 3 എന്ന് പറയുന്ന ലൈൻ ഏതാ? x is equal to 3. അപ്പോൾ x - 3 = 0 എന്നാണ്. x - 3 = 0 എന്ന് പറയുന്ന ലൈനും അതേപോലെ തന്നെ y = 4ഉം. y = 4 എന്ന് പറഞ്ഞാൽ x-ന് 3ഉം y-ക്ക് 4ഉം. ഇങ്ങനെ വരുന്ന പോയിന്റ് ഏതാ വരിക? 3, 4 എന്ന് പറയും. x 3ഉം y 4ഉം വരുന്ന പോയിന്റ് ഏതാ? 3, 4. അപ്പോൾ ഓപ്ഷൻ സി 3, 4 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ഓൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് xn is equal to 5 - 3n. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5 - 3n ആണ്. ഈ ശ്രേണിയെക്കുറിച്ച് ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. പദങ്ങളെല്ലാം എണ്ണൽ സംഖ്യകളാണ്. ഈ ശ്രേണിയിലെ 10ാം പദത്തിൽ നിന്ന് 3 കുറച്ചാൽ 11ാം പദം കിട്ടും. ഈ ശ്രേണിയിലെ 10ാം പദത്തോട് 5 കൂട്ടിയാൽ 11ാം പദം കിട്ടും. അപ്പോൾ 10ാം പദം എന്ന് പറയുമ്പോൾ 5 - 30 എന്നാണ് വരിക.
ഓക്കെ, 10ാം പദത്തിൽ നിന്ന് 3 കുറച്ചാൽ 11ാം പദം കിട്ടും. സെറ്റാണ്, ശരിയാണ് ആൻസർ. D -3 കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആൻസർ ശരിയാണ്. രണ്ടാമത്തെ ആൻസർ ശരിയാവുന്ന ആകെ 2 പ്രസ്താവനകളേ ഉള്ളൂ. ഈ ശ്രേണിയിലെ പദങ്ങളിൽ ഏറ്റവും വലിയ സംഖ്യ 2 ആണ്. ഈ പദങ്ങളിലെ ഏറ്റവും വലിയ സംഖ്യ 2 ആണ്. അപ്പോൾ 2ഉം 4ഉം ആയിരിക്കും. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ 2, 4. ആൻസർ 2, 4 വരുന്ന പ്രസ്താവന സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 2, 4. ഇത്രയാണ് ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ്. 6 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. 6 A 2, 4 ആർ ട്രൂ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 7ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ പിക്ചർ ഇൻ ദ റൈറ്റ്. സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ABD. Passing through ABD. A is outside the circle passing through BCD. എന്താണ് ചോദ്യം? D is outside the circle passing through ABC. അത് ശരിയാണ്. അപ്പോൾ 4ാമത്തത് ശരിയാണ്. അതേപോലെ തന്നെ B is on the circle. B is on the circle 100ഉം 110ഉം. 100ഉം 110ഉം ആണെങ്കിൽ 210, 90, 300. അപ്പോൾ ഇത് 60 അല്ലേ വരിക? 150, 60ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 60 ആണെങ്കിൽ എന്താവും? A is outside the circle passing through അല്ലേ? അപ്പോൾ 4ാമത്തതും ഏതാണ് ശരിയടാ? 1ാമത്തുമാണ് ശരി കേട്ടോ. 1 C is inside. C inside ആയിരിക്കും എയിലൂടെ പാസ് ചെയ്യുമ്പോൾ ABD പാസ് ചെയ്യും. അപ്പോൾ 1ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാ? 1ഉം 4ഉം D ആണ് ഓപ്ഷൻ അല്ലേ? D അല്ലേ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ D ആണ് വരുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ടു സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം എനി പോയിന്റ് ഓൺ എ സൈഡ് ഓഫ് ആൻ ആംഗിൾ 40 degrees sin 40 ടൈംസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ ആംഗിൾ. The sides of 2 triangles with the same angles are scaled by the same factor. Which of the following is correct? ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇത്രയാണ് 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് 2 dice with the numbers 1 to 6 are marked on their faces are rolled together, what is the probability that the sum of number turning up is 9? അപ്പോൾ ഇഫ് 2 dice with numbers എഴുതുന്ന ടോട്ടൽ വരിക 36 പേരാണ്. ഓക്കെ, 1 മുതൽ 6 വരെ എഴുതിയ 2 പകിടകൾ ഒരുമിച്ച് ഉരുട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ തുക 9 ആകാനുള്ള സാധ്യത എന്താണ്? ഓക്കെ, 9 ആകുന്നതാണ്. ആകെ 36 ഉണ്ടാകുക. അപ്പോൾ 36ൻ്റെ അകത്ത് 9 വരിക. 1 മുതൽ 6 വരെയല്ലേ? അപ്പോൾ 3ഉം 6ഉം വരുന്നൊരു സെറ്റ് വരും. 3ഉം 6ഉം 4ഉം 5ഉം 5ഉം 4ഉം 6ഉം 3ഉം ഇതേ ഉണ്ടാവും. 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ 4/36 എന്നാണ് വരിക. 4/36. ഓക്കെ, what is the probability that the sum of the numbers turning up is 9? Number of pairs 30. Probability the sum of numbers turning up is 9. 4. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/4 ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് 36 പേഴ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ 4/36 എന്നല്ലേ വരിക? 4/36 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/. അതെന്താ അവിടെ ആൻസർ തെറ്റുണ്ടോ? ഇതിൽ തന്ന ആൻസറിൽ 4/11 എന്നാള്. അതെങ്ങനെയാണ് 11 എണ്ണം വരിക? ടോട്ടൽ പേഴ്സ് എന്ന് പറയുമ്പോൾ 36 പേരുണ്ടാവില്ല. നമ്പർ ഓഫ് പേഴ്സ് പ്രോബബിലിറ്റി സം ഓഫ് ടേണിംഗ് അപ്പ് ഈസ് 9. അപ്പോൾ 9 4 എണ്ണമുള്ളത് 4/36 ആണ് വരിക ആൻസർ കേട്ടോ. ഇതിൻ്റെ ആൻസർ കീ തെറ്റാണേ മക്കളെ. ഇവർ തന്ന ക്വസ്റ്റ്യൻസിനകത്ത് ആൻസർ കീ 1/9 എന്നാണ് വരിക. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് 8th ടേം ഓഫ് ആൻ arithmetic sequence 40. വാട്ട് ഈസ് ദ സം ഓഫ് 7th ആൻഡ് 13th ടേം? അതും എന്ത് തന്നെയായിരിക്കും? 40 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എ ക്വസ്റ്റ്യൻ ആൻസർ 40 തന്നെ. വാട്ട് ഈസ് ദ 10th ടേം എന്നാണ് ചോദിക്കുന്നത്. 10th ടേം എത്രയായിരിക്കും? 10th ടേം എന്ന് പറയുമ്പോൾ എന്ത് വരും? അതിൻ്റെ പകുതി വരും. കാരണം എന്താ? അത് മിഡ് ടേം ആയിട്ടാണ് വരിക. സോ അത് 20 ആയിരിക്കും. സിമ്പിൾ. ഓക്കെ, ഇതാണ് കൃത്യമായിട്ട് വരേണ്ടത്. ഇവിടെയുള്ള ഈ ആൻസർ കീ തെറ്റാണ്. 4/11 അല്ല, 4/36 ആണ് വേണ്ടത്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താണ്? 10ന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ദ 4th, 5th ആൻഡ് 6th ടേം ഓഫ് ആൻ arithmetic sequence is 90. വാട്ട് ഈസ് ദ 5th ടേം? 5th ടേം എങ്ങനെയാണ് കാണുക? 4ഉം 5ഉം 6ഉം കൂട്ടിയാൽ 90 ആണെങ്കിൽ 5th ടേം എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഓപ്ഷൻ എ 30. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 30. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്? 30. അപ്പോൾ 5th ടേം 30 ആണെങ്കിൽ 9th ആവാം 30 × 270 വരിക. ഓക്കെ, 30 × 9 എന്ന് മിഡ് ടേം × 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 270 എന്ന് കിട്ടും.
If the common difference of such an arithmetic sequence is 5, then what is the first term? First term കാണാൻ എളുപ്പം. 30 ആണല്ലോ ഫിഫ്ത്ത്. 3 സീക്വൻസീസ് 5 ആണ്. അപ്പോൾ 25, 20, 15, 10 ആയിരിക്കും. 10 ആയിരിക്കും അല്ലേ? 30 - 4 × 5 അങ്ങനെ ചെയ്താൽ മതി. 10 ആണ് വരിക. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എ ബോക്സ് കണ്ടെയ്ൻസ് പേപ്പർ സ്ലിപ്സ് ബിയറിംഗ് നമ്പേഴ്സ് 1 to 10 ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻസ് സ്ലിപ്സ് ബിയറിംഗ് മൾട്ടിപ്പിൾസ് ഓഫ് 3 below 25. One slip is to be taken from each box. One slip is to be taken from each box. In how many ways can this be done? In how many ways can this be done? അപ്പോൾ എ ബോക്സ് കണ്ടെയ്ൻ പേപ്പർ സ്ലിപ്സ് ബിയറിംഗ് നമ്പേഴ്സ് 1 to 10. അപ്പോൾ അവിടെ 10 എണ്ണം ഉണ്ട്. ഓക്കെ, അനദർ ബോക്സ് കണ്ടെയ്ൻസ് 3 മൾട്ടിപ്പിൾസ് ഓഫ് 3 below 25. അപ്പോൾ 8 24 വരെയല്ലേ ഉള്ളത്. അപ്പോൾ അവിടെ 8 എണ്ണം ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഹൗ മെനി വേസ്. അപ്പോൾ 80 ആയിരിക്കും ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് എന്ന് പറയുന്നത് 80 ആയിരിക്കും. 10 × 8 50. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വൺ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് ദ അതർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9? ഒരു നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3 ആവണം, മറ്റൊരു നമ്പർ മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കണം? 9 ആയിരിക്കണം. അത്ര വരും നോക്കി നോക്ക്. ആദ്യത്തെ കേസിൽ മൾട്ടിപ്പിൾ ഓഫ് 3 വരുന്ന 3, മറ്റത് 9 വരും. 3 9. പിന്നെ അടുത്ത 3 9 കഴിഞ്ഞാൽ 6, പിന്നെ അടുത്ത വരുന്ന ഏതാ? 18. 6 18. പിന്നെ വരുന്ന എന്താ? 9 24. 3 എണ്ണം അവിടെ വരും. 3 എണ്ണം വരും. ഓക്കെ, 3 × 2 + 8 × 1. അപ്പോൾ എത്ര എണ്ണം വരികടാ? 14 എണ്ണം വരും. 6 8 14 പേർ വരും അല്ലേ? അങ്ങനെയല്ലേ വരിക? What is the probability that one number is a multiple of 3 and the other is a multiple of 9? ഓക്കെ, അപ്പോൾ ആ 8 എണ്ണത്തിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഓഫ് 9ൻ്റെ അകത്ത് 8 എണ്ണത്തിൻ്റെ അകത്ത് അവിടെ 1 വരുന്നുള്ളൂ. ആ 9 എണ്ണം വരാം. 3 9 വരാം, 6 9 വരാം, അതേപോലെ തന്നെ 9 9 വരാം. പിന്നെ 3ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 12 9 വരാം. അങ്ങനെ വരാമല്ലോ. അങ്ങനെ വരുമ്പോൾ എത്ര എണ്ണം വരും എന്നാണ് പറയുന്നത്? 14 എണ്ണം വരും. 14/80 വേണമെങ്കിൽ 7/40 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ പിക്ചർ ABCD is a square and P is the midpoint of AB. A point is marked arbitrarily within the square. What is the probability that it would be within the shaded part? 1/4 ആയിരിക്കും. 1/4 ആയിരിക്കും. സിമ്പിളായിട്ട് പറയുമ്പോൾ 1/4, കാരണം ഇത് ഹാഫാ. ഈ ഹാഫിൻ്റെ പകുതി എവിടെ വരുന്നത്? അപ്പോൾ 1/4. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി ഔട്ട്സൈഡ് ദ ഷേഡഡ് പാർട്ട്? 3/4. സിമ്പിളാണ്. ആൻസർ സിമ്പിളാണ് കേട്ടോ, 3/4. ഇനി റൈറ്റ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വിച്ച് ലിയർ റിമൈൻഡ് 1 or 3 വെൻ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, 1 or 3 വെൻ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 1 വരും, 3 വരും, പിന്നെ ഏതാ വരിക? 5 വരും, 6 വരും. 6 അല്ല, 7 വരും. 7 വരും. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല, കാരണം എന്താ? കോമൺ ഡിഫറൻസ് ഇല്ല. ഓക്കെ, 1 3 5 7 9 11 അങ്ങനെയാണ് പോവുക. കോമൺ ദ നമ്പേഴ്സ് ലിവിംഗ് റിമൈൻഡ് ഓഡ് നമ്പേഴ്സ്. സോ ദ സീക്വൻസ് ജസ്റ്റ് സീക്വൻസോട് എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ദ ടേബിൾ ബിലോ ക്ലാസിഫൈസ് സം ഹൗസ് ഹോൾഡ് അക്കോർഡിംഗ് ടു ദെയർ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ചോദ്യം എന്താണ്? ദ കൺസംഷൻ ഓഫ് ഹൗസ് ഹോൾഡ് അറ്റ് വിച്ച് പൊസിഷൻ ഇസ് കൺസിഡർഡ് ആസ് മീഡിയൻ. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ടേബിളിൻ്റെ അകത്ത് അതിന് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? 5 to 10, 0 to എത്ര മുതലാണ് വരുന്നത്? 0 to 5. നമുക്ക് ആ കണക്കൊന്ന് ചെയ്ത് നോക്കാം. 0 to 5, 50 to 100 അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? അങ്ങനെ 200 വരുന്നുണ്ട്. 100 to 150, 150 to 200, 200 to 250, 250 to 300. നമ്പേഴ്സ് വരുന്നത് എങ്ങനെയാണ്? 5 15 25, 5 15 25, 50 20, 50 20 എത്രയാണ്? 10 ആണ്. നമ്മൾ മറ്റേ സാധനം എഴുതി നോക്കുക. ഇങ്ങനെ എഴുതുന്നില്ല, കൂട്ടി എഴുതുന്നില്ല. അപ്പോൾ 5 15 5 20, 45 95, 115 125. സോ ടോട്ടൽ നമ്പർ 125 ആണ്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ വരിക എത്രാമത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യമം 125 + 1/2. 126ൻ്റെ പകുതി എത്രയാണ്? 63 അല്ലേ? 63ാമത്തതാണ് ആൻസർ വരിക. നോക്കി നോക്ക്, 63 അല്ലേ ആൻസർ വരുന്നത്? 63rd ആണ് ആൻസർ വരുന്നത്. ഇനി മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് ഏതാ വരിക? 150 to 200 ആണ് വരിക. 150 to 200 എന്നുള്ള കള്ളിയിലാണ് വരിക. 150 to 200 എന്നുള്ള കള്ളിയിൽ വരും. ഇതിലാണ് വരിക. ഇതാണ് ആൻസർ. ഈ കള്ളിയിൽ വന്നു കഴിഞ്ഞാൽ 45 കഴിഞ്ഞ് 46ാമത്തെ കാണാൻ
നമ്മൾ 200 മൈനസ് 150 എത്ര കിട്ടി? 50 കിട്ടി ബൈ 50. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതാണ് ഡി, 1 കിട്ടി. ഡി 1 ആണെങ്കിൽ d/2 എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 46-ാമത്തതിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 46-ാമത്തതിൻ്റെ വരിക 150.5 വരും. അങ്ങനെയാണെങ്കിൽ 63 കാണാൻ 46ഉം 10ഉം 17 അല്ലേ വേണ്ടേ? അപ്പോൾ 150.5 പ്ലസ് 17D, 17 കൂടി കൂട്ടുക, അപ്പോൾ 167.5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. നോക്കി നോക്കി ആൻസർ കീഴിനകത്ത് 167 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി 14-ാമത്തെ ചോദ്യത്തിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് 1, 0 and 0, 1. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് അനദർ പോയിന്റ്സ് ഓൺ ദിസ് ലൈൻ. അപ്പോൾ സ്ലോപ്പ് വരിക, സ്ലോപ്പ് m is equal to 1 minus 0 by 0 minus 1. ദാറ്റ് ഈസ് 1 by -1. ആൻസർ വരിക -1 ആണ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? അപ്പോൾ ഇവിടെ 1 കൂടുമ്പോൾ 1 കുറയുന്നു. അപ്പോൾ അടുത്ത പോയിന്റ് വരിക എക്സ് 1 കുറഞ്ഞു, അപ്പോൾ 0 എന്നുള്ളത് -1 ആയി. 0 1 ആയപ്പോൾ 1 2 ആയി. -1 2 എന്ന് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പോയിന്റ് വരിക. ഓക്കെ, 15-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ പിക്ചർ ABC ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ? ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ വരുന്ന -2 മുതൽ 2 വരെ, അപ്പം ടോട്ടൽ വരിക അവിടെ 4 ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എത്രയാണ് വരിക? 2 ആണ് വരിക. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് സി. സിൻ്റെ കോർഡിനേറ്റ് വരിക അതിൻ്റെ പകുതി 2 അല്ല, സിൻ്റെ കോർഡിനേറ്റ് വരിക ഇവിടെ 0 അല്ലേ? ഇത് 0, എക്സ് 0, വൈ എത്രയാണ്? വൈ എത്രയാണ് വരിക എന്ന് പറഞ്ഞാൽ ഇത് 2 ആണ്, ഇത് 60 ആണ്, ഇത് 90 ആണ്. ഇപ്പം എത്ര വരിക? 4 ആണെങ്കിൽ ഇത് 2√3, 0 2√3 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 0 2√3. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ഡ്രോ ദ കോർഡിനേറ്റ് എക്സ് ആൻഡ് ഡ്രോ ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് 2, 1 - 2 2 വെർട്ടിസസ്. ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട് മക്കളെ. ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കേണ്ടത്. ഫോർ ഡ്രോയിങ് എക്സ് ആൻഡ് വൈ എക്സ് ഫോർ മേക്കിംഗ് എനി ആർ പോയിന്റ് കറക്റ്റ്ലി ഫോർ ഡ്രോയിങ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. 16-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 16-ാമത്തെ ക്വസ്റ്റ്യൻ എ. ഇൻ ദ പിക്ചർ ദ പോയിന്റ് പി ഡിവൈഡ്സ് ദ ലൈൻ എ ബി ഇൻ ദ റേഷ്യോ 1:2. കാൽക്കുലേറ്റ് ലെങ്ത് ഓഫ് എ സി ആൻഡ് ബി സി. എ സിയുടെയും ബി സിയുടെയും ലെങ്ത്ത് കാണുക. അപ്പോൾ എ സി എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. ഇവിടെ എക്സ് വരിക, വൈ വരിക 6 ആയിരിക്കും, 10 6 ആയിരിക്കും. അപ്പോൾ എ സിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6ഉം ഇത് എന്ന് പറയുന്നത് 9 ആയിരിക്കും. 6 9 ആയിരിക്കും. ഓക്കെ, 6 9. ഓക്കെ, കിട്ടിയിട്ടുണ്ട്, ശരിയാണ്. അടുത്തെന്താണ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ ഡി ആൻഡ് പി ഡി. എ ഡിയുടെയും പി ഡിയുടെയും കാണണം. അപ്പോൾ അതിന് പി നമ്മൾ ആദ്യം കാണണം, പി എന്ന് പറയുന്ന പോയിന്റ് കാണണം. ഓക്കെ, എ ഡിയും പി ഡിയും കാണണമെങ്കിൽ പിൻ്റെ കോണ് കാണും. അപ്പോൾ പി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പി കാണാൻ ആ പോയിന്റ് വെച്ച് കട്ട് ചെയ്യുക. അതായത് നമ്മുടെ mx2 + nx1 വെച്ചിട്ട് നമുക്ക് കിട്ടുക പിയുടെ കോർഡിനേറ്റ് 6 9 കിട്ടും. പിയുടെ കോർഡിനേറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് മക്കളെ. ആൻസർ കീൻ്റെ അകത്ത് 6 9 എന്ന് കിട്ടും. ആ 6 9 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 6 9. ഓക്കെ, അതെങ്ങനെയാണ് 6 9 വരിക? പോയിന്റ് 6 9 കിട്ടിക്കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് 6 4ഉം പി കിട്ടിയല്ലോ. എ ഡി പി ഡി എങ്ങനെയാണ് കാണുക? പി ഡി ലെങ്ത് 6, ഇത് 6 9 ആണെങ്കിൽ ഇവിടെ വരുന്ന പോയിന്റ് എന്തായിരിക്കും? അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നോക്കണം. ഇൻ ട്രയാങ്കിൾ എ ഡി പി ആൻഡ് ട്രയാങ്കിൾ എ സി ബി ട്രയാങ്കിൾ ആർ സെയിം, സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. എ ഡി കിട്ടുക 2, എ ഡി കിട്ടുക എങ്ങനെയാണ്? 2 എന്ന് കിട്ടും. എ ഡി 2. പി ഡി എന്ത് കിട്ടും? 3 കിട്ടുക. 3 2:3 എന്നുള്ള രീതിക്ക് ഇത് 3 കിട്ടും. ഇവിടെ 2 3 ആണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? കോർഡിനേറ്റ് ഓഫ് പി 4 + 2 6ഉം മറ്റേത് 6 + 3 9ഉം വരും. ഓക്കെ, പി ഇവിടെ വരുന്ന 2 3. അല്ല, ആൻസർ കീഴിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടാവും. ഇൻ ട്രയാങ്കിൾ എ ഡി പി triangle ACB angle are same, sides are proportional. AD = AC/3. നമ്മളോട് ചോദിച്ച എ ഡിയുടെ നീളം ആദ്യത്തെ ക്വസ്റ്റിൻ്റെ അകത്ത് AC 6 ആണ് മൊത്തം, BC 9 ആണ്. ഓക്കെ, ഇത് 6ഉം ഇത് 9 ആണ് കിട്ടിയത് ഡിസ്റ്റൻസ്. ഇവിടെ 2ഉം ഇവിടെ 3 ആണ് കിട്ടിയത്. അപ്പോൾ 6 9 റെഡിയാണ്. 6 9 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താണ്? 1 1 ഈസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് 4 5. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? സർക്കിളിൻ്റെ റേഡിയസ് കാണാൻ മക്കളെ R is equal to √. എങ്ങനെ വരും?
4 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ് കിട്ടുക. റേഡിയസ് എത്രയാണ് കിട്ടുക? 5 ആണ് കിട്ടുക. റേഡിയസ് 5 ആണ് കിട്ടിയത്. ഇനി അടുത്ത എന്താ? സർക്കിളിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. ബി ക്വസ്റ്റിൻ്റെ അത് ചോദിച്ചിട്ടുണ്ടാകുക സർക്കിളിൻ്റെ ഇക്വേഷൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത്. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ഇസ് 25. വൈ കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 0. എക്സിനെ കട്ട് ചെയ്യുന്ന പോലെ 4 ആണ്. സോ ഗീവ് ഹാഫ് സ്ക്വയർ വൈ കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് പോയിന്റ് കിട്ടുക. എക്സ് 4 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വൃത്തത്തിൻ്റെ എക്സ് ആക്സിനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വൈക്ക് നമ്മൾ 0 കൊടുത്താൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഓക്കെ, അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 20 ആൻഡ് ദർ പ്രൊഡക്റ്റ് ഈസ് 95. റൈറ്റ് ദീസ് ഫാക്ട് ആസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, കാൽക്കുലേറ്റ് ദ നമ്പർ. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സം ഓഫ് 2 നമ്പേഴ്സ് 20 ആണെങ്കിൽ, അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നത് 20ഉം എ ബി എന്ന് പറയുന്നത് 95ഉം അങ്ങനെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിനകത്ത് നമ്പേഴ്സ് നമ്മൾ എന്താക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ 10 പ്ലസ് എക്സും 10 മൈനസ് എക്സും എടുത്താൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 95 കിട്ടും. ദാറ്റ് ഈസ് 10 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 95. 100 മൈനസ് എക്സ് സ്ക്വയർ 95 ആണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ വില 5 ആണ്. അപ്പോൾ എക്സിൻ്റെ വില √5 ആണ്. എക്സിൻ്റെ വില √5 ആണ്. അപ്പോൾ നമ്പേഴ്സ് വരിക 10 പ്ലസ് √5ഉം 10 മൈനസ് √5ഉം, രണ്ട് നമ്പേഴ്സ്. ഇതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. 18 എന്താ? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് nth ടേം ഈസ് 5n + 1. nth ടേം 5n + 1 ആണെങ്കിൽ d5ഉം f എന്ന് പറയുന്നത് 6ഉം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 5/2 n² പ്ലസ് 6 മൈനസ് 5/2n. ഇങ്ങനെയാണ് ആൻസർ വരിക. ദാറ്റ് ഈസ് 5/2 n² പ്ലസ് 7/2 n. ഇങ്ങനെയാണ് വരിക. ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് nth ടേം 5n + 4 ദാൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഹൗ മച്ച് ഫോർ? ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് n-ാം പദം 5n + 4 ആയ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക? അത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഏതാണ് ക്വസ്റ്റ്യൻ? ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 18 എന്ന് പറയുന്നത് 4 - 1 3 അല്ലേ? ആ 3നെ കൊണ്ട് അതിൻ്റെ 20 ടേം അല്ലേ 60 എന്ന് എഴുതാം. അതാണ് ആൻസർ കേട്ടോ. ഇവിടെയാണ് ആൻസർ. മക്കൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ്. പ്രൂവ് ഓൾസോ ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് നോ ഈവൺ നമ്പേഴ്സ്. സിമ്പിളാണ് കാര്യം. എന്ത് ചെയ്താൽ മതി എന്നറിയോ? മക്കളെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എത്രയാ? ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് 2/3. d = 2/3, f = 1/3. ഓക്കെ, നമ്മളോട് എന്നാ പറയുന്നത്? ഫസ്റ്റ് ടേം കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്ത് കാണുക? xn = dn പ്ലസ് f മൈനസ് d എന്നുള്ളത് കാണുക. അപ്പോൾ ദാറ്റ് ഈസ് 2/3n പ്ലസ് 1/3 മൈനസ് 2/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3n മൈനസ് 1/3 എന്ന് കിട്ടും. ഇതിനകത്ത് 1/3 കോമൺ ആയിട്ട് പോകുമ്പോൾ എടുത്താൽ 2n - 1. ഈ 2n - 1 എന്ന് പറയുന്നത് എന്താ? ഓഡ് നമ്പറിൻ്റെ കേസാണ്. 2n - 1 എന്താ? ഓഡ് നമ്പറിൻ്റെ കേസാണ്. അപ്പോൾ ഓഡ് നമ്പർ ബൈ 3 ചെയ്യുമ്പോൾ എന്ത് മാത്രമേ കിട്ടൂ? ഓഡ് മാത്രമേ കിട്ടൂ. എന്ത് കിട്ടൂല? ഈവൺ കിട്ടൂല. ഓക്കെ, അതാണ് 19. 20ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് x² - x - 56 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. വാട്ട് ഷുഡ് ബി x ടു മേക്ക് 2x² - 2x - 112 is equal to 0. രണ്ടും സെയിം ഇക്വേഷൻ അല്ലേ? അതും x² - x - 56 അല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് ഒറ്റ ഒന്ന് ചെയ്താൽ മതി. ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. x² - x - 56 is equal to 0. a1 b - 1 c - 56. അങ്ങനെയാണെങ്കിൽ b² - 4ac എന്ന് പറയുമ്പോൾ -1ൻ്റെ സ്ക്വയർ -4 × 1 × -56. ദാറ്റ് ഈസ് 1 പ്ലസ് r4 24, i4 20, 2 22. സോ 225 എന്ന് കിട്ടി. അപ്പോൾ x is equal to -b എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് +1 ± √225/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ± -15/2. അപ്പോൾ എക്സിൻ്റെ വില 1 + 15/2, 16/2 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ 1 8 കിട്ടും. 1 - 15 എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 - -14. അപ്പം
അടുത്ത 1 - 15/2 -14 -7 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുക ഒന്നെങ്കിൽ x+8 അല്ലെങ്കിൽ x-7 സംഖ്യകൾ വരിക x = -8 ഓർ x = 7. നോക്കി നോക്കുക ആൻസർ നോക്കി നോക്ക്. x = 8 b - 7. ഓക്കെ, രണ്ടിൻ്റെ കേസിലും അതാണ് കിട്ടി. 20A. B എന്താണ്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വേർ ദ ഗ്രാഫ് ഇൻഡൻസ് ദ എക്സ് ആക്സിസ്. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. y കോർഡിനേറ്റ് 0 ആയിട്ട് കിട്ടും. ഓക്കെ, 20B ചെയ്ത് നോക്കുക കേട്ടോ, ഗ്രാഫ് വരച്ച് നോക്കുക. ഇനി സെക്ഷൻ ഇൻ്റെ അകത്ത് എ ബോയ് 1.5 meter tall standing at the top of a building 20 meters high sees a car parked on the road at an angle of depression 30°. How far away from the bottom of the building is the car parked? ഓക്കെ, 20 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്ന 1.5 മീറ്റർ ഉയരമുള്ള കുട്ടി വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന കാർ 30 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് കാർ നിർത്തിയിട്ടിരിക്കുന്നത്? ആ ഫിഗർ കണ്ടാൽ നമുക്ക് വേഗം ആൻസർ കിട്ടുക. ഇങ്ങനെയാണ് ചിത്രം. ഓക്കെ, ഇവിടെ 30 ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കും. ഓക്കെ, 20 മീറ്ററും 1.5. അപ്പോൾ 20 ഇവിടെ 1.5 അങ്ങനെയാണല്ലോ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 90, ഇതെത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ 21.5√3 ഡയറക്റ്റ് ആൻസറാണ്. 21.5 30 റേഷ്യോ ഉപയോഗിച്ചാൽ മതി. 30 60 90 ആണെങ്കിൽ നമ്മുടെ റേഷ്യോ 1:√3:2 ആണ് എന്നുള്ള റേഷ്യോ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? In the picture ABC are points on the circle centered at O. How much is angle ACB എന്നാണ് ചോദ്യം. ACB ഇത് 100 ആണ്, അതിൻ്റെ പകുതി ആയിരിക്കും 50 ആയിരിക്കും. 22ാമത്തെ ആൻസർ എന്താണ്? 22A 50 ആണ്. 22B എന്ത് പറയുന്നു? In the picture the circle with the diameter AB cut BC at D. How much is ADB? ADB 90 ഡിഗ്രി. ഓക്കെ, prove that the circle drawn with the equal sides of an isosceles triangle has diameters pass through the midpoint of the third side. എന്താണ്? ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക. അപ്പോൾ ഇത് ഐസോസിലസ് ആണോ? അല്ലാലോ. ഐസോസിലസ് ആണെങ്കിൽ കൃത്യമായിട്ട് ഈ അകലം തുല്യമായിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ് കൂടെയാണ് കടന്നു പോകുക. അതാണ് നമ്മുടെ അതിൻ്റെ ഇത് നോക്കി നോക്ക്. 22ൻ്റെ ആൻസർ കീ നോക്കി നോക്ക്. അതിലില്ലല്ലേ, അത് കൃത്യമായിട്ട് അതെന്തായിരിക്കും? മിഡ് പോയിന്റിലായിരിക്കും. അത് വരച്ചാൽ മതി. 2 ട്രയാങ്കിളായിട്ട് ഫോം ചെയ്യുക. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ സ്ക്വയർ പിരമിഡ് ഈസ് മെയ്ഡ് വിത്ത് ഈച്ച് ലാറ്ററൽ ഫേസ് ആസ് ഇൻ ദ ഫിഗർ. കാൽക്കുലേറ്റ് ഇറ്റ് സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് ഹൈറ്റ്. സിമ്പിളാണ്. സ്ലാൻഡ് ഹൈറ്റ് L² നമുക്ക് എങ്ങനെ എടുക്കാം? E² - A/2² എന്ന് എടുക്കാം. E എന്ന് പറയുന്ന ഇവിടെ 25 ആണ്. 25² - 15² ആൻസർ വരികടാ 20 ആയിരിക്കും. അപ്പോൾ നോക്കിയോ, 23ൻ്റെ ആൻസർ നോക്കിയോ, 20 അല്ലേ കിട്ടുന്നത്? സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എന്താ വരിക? H² = L² - A/2² ആണ്. ദാറ്റ് ഈസ് 20² - A എന്ന് പറയുന്ന 30 ആയതുകൊണ്ട് 15². ദാറ്റ് ഈസ് 400 - 225 125 കിട്ടുക അല്ലേ? 175. സോ റൂട്ട് 175 വരെ. റൂട്ട് 175. Can a square pyramid be made with the length of the sides of each lateral faces 40 cm, 25 cm, 40, 25, 25 വരുമോ? ഇല്ല. കാരണം എന്താ? അപ്പോൾ H എന്ന് പറയുന്നത് 0 ആയിരിക്കും. H എന്തായിരിക്കും? 0 ആയിരിക്കും. പോസിബിൾ അല്ല. We cannot make a square pyramid. ഓക്കെ, ഇനി 23B എന്താണ് പറയുന്നത്? The radius of a sphere is 6 cm. What is its volume? റേഡിയസ് 6 ആണ്. വാട്ട് ഈസ് വോളിയം? വോളിയം കാണാൻ 4/3 പൈ r³ ആണ്. അപ്പോൾ 6³. അപ്പോൾ 216 × 4 π/3. അപ്പോൾ 216 3 കൊണ്ട് കട്ട് ചെയ്താൽ 72 8 288 പൈ ആണോ കിട്ടിയേ? 288 പൈ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് എ സ്ഫിയർ ആൻഡ് ദ വോളിയം ഓഫ് എ സ്ഫിയർ വിത്ത് 1/3 ഓഫ് ഇറ്റ്സ് റേഡിയസ്? 1/3 എന്ന് പറയുമ്പോൾ നേരെ ഇതാക്കി എടുത്താൽ മതി. 27:1 എന്ന് കിട്ടും. Okay, by melting a sphere of radius 5 cm and recasting, how many spheres of 1/3 radius can be made? 27 എന്നാണ് ആൻസർ കേട്ടോ. 27 ആണ് ആൻസർ. അത് വോളിയം ഓഫ് എന്ത് ചെയ്താൽ മതി? ലാർജ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എന്ത് ചെയ്താൽ മതി? സ്മോൾ ചെയ്താൽ മതി. അപ്പോൾ ആൻസർ കിട്ടും 27 എന്നാണ് വരുന്നത്. ഇനി 24, 25, 26, 27.
24ാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് 2 sides 8 cm, 6 cm and the angle between them 40 degree. A triangle is to be drawn with one side 8 cm and the angle at one of its ends 40 degree. What is the minimum length of side of opposite angle? ഓക്കെ, എന്താ ചോദ്യം? 5 സെൻറ്റിമീറ്റർ അതല്ല, രണ്ട് വശങ്ങളുടെ നീളങ്ങൾ 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും അവയ്ക്കിടയിലെ കോൺ 40 ഡിഗ്രിയുമായ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഏതാണ് ചാപ്റ്റർ വരുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രി ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ചിത്രം വരിക എങ്ങനെയാണ്? ഇത് 8, ഇത് 6. ഇവിടെ വരുന്ന ആംഗിൾ 40 ആണെങ്കിൽ ഇതെടുക്കുക എച്ച്. സൈൻ 40 സമം h/6 ആണെങ്കിൽ h = 6 × സൈൻ 40. സൈൻ 40 നമുക്കറിയാം 6 × 0.64. 6 4 24, 6 6 36, 2 38, 3.84. അപ്പോൾ ഏരിയ = ½ ഇൻറ്റു എന്താ വരിക? ½ ഇൻറ്റു അവിടെ 8 വെച്ചാണ് ചെയ്തത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ½ ഇൻറ്റു h 3.84 ഇൻറ്റു 8 എന്ന് കിട്ടും. 8 എന്ന് കിട്ടും. അപ്പോൾ 8നെ 4 ആക്കിയാൽ എത്ര കിട്ടി? 16, 8 4 32, 3 12, 15 അല്ലേ വരിക? 15 പോയിൻറ്റ് എന്താണ് പ്രശ്നം? 24. One side 8 cm and the angle at one of its ends 40 degree with the minimum length. അല്ല, calculate the area of a triangle with 2 side 8 cm 6 cm. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. 15.26 എന്ന് പറയുന്ന 3.85 ഇങ്ങനെ വരുന്നു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? The triangle is to be drawn with one side 8 cm and the angle at one of its ends 40 degree. What is the minimum length of side opposite angle? അത് ടാൻ ഉപയോഗിച്ചാണ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ടാൻ അല്ല, സൈൻ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് ഇത് 8ഉം ഇത് 40ഉം ഇവിടെ 90 ഡിഗ്രി കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്പോസിറ്റാണ്, ഇതാണ് ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ 8 × 5.12 എന്ന് കിട്ടും. ആൻസർ എന്താണ് വരിക? 5.12. ഓക്കേടാ. ഇനി 25A. The picture shows a regular pentagon and the tangent to its എന്താണ്? circle through one of the vertices. Calculate the angles between the tangent and the side of the pentagon through the point of contact. Prove that in any regular polygon the tangent to the circle at a vertex makes equal angles at the two sides through the vertex. ഇവിടെ എന്താ ചോദിച്ചത്? The picture shows a regular pentagon and the tangent. ചിത്രത്തിൽ ഒരു സമപഞ്ചഭത്തിൻ്റെ ഒരു മൂലയിൽ കൂടി അതിൻ്റെ പരിവൃത്തത്തിന് തൊടുവര വരച്ചിരിക്കുന്നു. തൊടുവരയും തൊടുന്ന ബിന്ദുള്ള ബഹുവചന വശങ്ങൾ നമ്മളുടെ കോണുകൾ ചിത്രത്തിൽ അളവ് കൊണ്ട് കണക്കാക്കുക. അപ്പോൾ ഇത് ടോട്ടൽ എത്രയാണ് വരിക? 108 വരിക. ബാക്കി 72 ഇത് 36 ആയിരിക്കും, ഇത് 36 ആയിരിക്കും. സിമ്പിൾ അല്ലേ? 36 വരിക. ഇനി എന്താ വേണ്ടത്? Prove that in any regular polygon the tangent to the circle at a vertex makes equal angle with the two sides with the vertex. അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇവിടെ വരുന്ന ആംഗിൾ എന്താണോ അതിനെ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. അതങ്ങ് ട്രയാങ്കിൾ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ മതി. കാൽക്കുലേറ്റ് ദ ഇൻ റേഡിയസ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4 cm. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് 4 cm. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഏരിയ വരിക √3/4 × 4². ഇതും ക്യാൻസലായി. അപ്പോൾ 4√3 എന്ന് കിട്ടും. എസ് കിട്ടുക 12 അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു 4√3 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 12ൻ്റെ പകുതി 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3√3 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താ? പ്രൂവ് ദാറ്റ് ഇൻ എനി ഇക്വലാറ്റർ ട്രയാങ്കിൾ ദ ഇൻ റേഡിയസ് ഈസ് ഹാഫ് ദ സർക്കം റേഡിയസ്. ശരിയാണ്. ഇൻ റേഡിയസ് എപ്പോഴും സർക്കം റേഡിയസിൻ്റെ ഹാഫ് ആയിരിക്കും. നമ്മൾ ആ ചിത്രം വരച്ച് ഓർമ്മയുണ്ടോ? ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ ഒരു സർക്കിൾ കൂടി വരും. നമ്മളിങ്ങനെ വരച്ച സാധനം ഓർമ്മയുണ്ടോ? ഈ ഡിസ്റ്റൻസ് വെച്ചിട്ട് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇത് 6 ആണെങ്കിൽ ഇത് 2r ആയിരിക്കും. ഇതാണ് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 6 and 3 cm. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. സിമ്പിളാണ് മക്കളെ. എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കിക്കോ. ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം റെക്ടാങ്കിൾ വരയ്ക്കുന്നു. 6 3 ഇങ്ങോട്ട് കൂട്ടി വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ സെമി സർക്കിൾ വരയ്ക്കുന്നു. എത്രയിൽ? 4.5. ഈ ഡിസ്റ്റൻസ് ചേർത്ത് വെച്ചാൽ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആർക്ക് ജോയിൻറ്റ് ഇവിടെയും ജോയിൻ ചെയ്യുക. ഇതാണ് ഡിസ്റ്റൻസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 27 എന്താ?
ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഓൾ സൈഡ് ടച്ചിങ് ദ സർക്കിൾ ആൻഡ് വിത്ത് 2 ആംഗിൾസ് 50, 60. അപ്പോൾ 50, 60 ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 180 മൈനസ് ആണ്. അപ്പോൾ 130ഉം 120 ആണ് എടുക്കുക. നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. നമ്മളിങ്ങനെ വരച്ചിട്ട് 100, 130, 120, ഇവിടെ 130, ഇവിടെ 120. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് എന്ത് വരയ്ക്കേണ്ടത്? ടാൻജൻറ്റ് വരയ്ക്കുക, ജോയിൻ ചെയ്യുക. ഇത് 27ാമത്തെ ആൻസർ, 26ാമത്തെ ആൻസർ. സിമ്പിളാണ്. നമ്മൾ പറയുന്ന ഡ്രോയിങ്ങും നമ്മൾ പറയുന്ന ചിത്രങ്ങളും നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസും അതേപടി തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുള്ളത്, ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ മക്കളെ എവിടെയും വരും, നമ്മുടെ പബ്ലിക് എക്സാമിന് വരും. മക്കളെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2ാമത്തെ സെറ്റിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. ഓക്കെ.